വള്ളിപ്പനങ്കാട്ടിൽ മിട്ടു എന്നു പേരുള്ള ഒരു കൊച്ചുമുയൽ ജീവിച്ചിരുന്നു. എപ്പോഴും ചിരിച്ച് കളിച്ച് നടക്കുന്ന മിട്ടുവിന് എല്ലാവരുമായി ചങ്ങാത്തം കൂടുന്നത് വളരെ ഇഷ്ടമായിരുന്നു. അവന്റെ ഈ നിഷ്കളങ്കമായ സ്വഭാവമാണ് അവനെ കാട്ടിലെ മറ്റുള്ളവർക്ക് പ്രിയങ്കരനാക്കിയത്. എന്നാൽ ഈ മനസ്സ് അവനെ ഒരു വലിയ ആപത്തിലേക്കും എത്തിച്ചു. ഒരു ദിവസം മിട്ടു ജുഗുനു എന്ന പാമ്പിനെ കണ്ടുമുട്ടി. പുറമേക്ക് ജുഗുനു വളരെ സൗഹൃദത്തോടെയാണ് പെരുമാറിയത്. എന്നാൽ ഒരു കൗശലക്കാരനായിരുന്നു ജുഗുനു. തനിക്കൊരു പുതിയ സുഹൃത്തിനെ കിട്ടിയതിൽ മിട്ടു ഒരുപാട് സന്തോഷിച്ചു. പാമ്പുകളുടെ കൂട്ടത്തിൽ മിട്ടുവിന് ഒരു സുഹൃത്തില്ലായിരുന്നു. അതിനാൽ തന്നെ തനിക്ക് കാട്ടിൽ ഇത്രയും നല്ലൊരു കൂട്ടുകാരനെ കിട്ടിയല്ലോ എന്നോർത്ത് അവൻ സന്തോഷിച്ചു. എന്നാൽ മിട്ടുവിന്റെ ഈ പുതിയ കൂട്ടുകെട്ട് കാട്ടിലെ മറ്റു മൃഗങ്ങളിൽ ആശങ്കയുണർത്തി. ഒരു മുയലും പാമ്പും തമ്മിലുള്ള ഈ കൂട്ടിൽ എന്തോ പന്തികേടുണ്ടെന്ന് അവർക്ക് തോന്നി തുടങ്ങിയിരുന്നു. നമ്മുടെ കണ്ണിൽപ്പെടാത്ത പല അപകടങ്ങളും തിരിച്ചറിയുന്നവരാണല്ലോ യഥാർത്ഥ സുഹൃത്തുക്കൾ. മിട്ടുവിന്റെ യഥാർത്ഥ കൂട്ടുകാരായ ബിട്ടു അണ്ണാനും മണിക്കുരങ്ങനും പഞ്ചപ്പരുന്തും അവന്റെ അടുത്തെത്തി. അവർ അവനോട് വളരെ ഗൗരവത്തോടെ പറഞ്ഞു, ജുഗുനു അപകടകാരിയായ ഒരു പാമ്പാണ്, നീ അവനുമായി ചങ്ങാത്തം കൂടല്ലേ. എന്നാൽ കൂട്ടുകാരുടെ വാക്കുകൾ മിട്ടു ചെവിക്കൊണ്ടില്ല. അവൻ അവരുടെ ആശങ്കയെ തള്ളിക്കളഞ്ഞു. നിങ്ങൾക്ക് അവനെ മനസ്സിലായിട്ടില്ല. ജുഗുനു എന്നോട് വളരെ നന്നായിട്ടാ പെരുമാറുന്നത്. അവൻ എന്നെ ഒരിക്കലും ഉപദ്രവിക്കില്ല. മിട്ടു തറപ്പിച്ചു പറഞ്ഞു. എത്ര പറഞ്ഞിട്ടും മിട്ടു തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. എന്നാൽ അവന്റെ കൂട്ടുകാർക്ക് വരാനിരിക്കുന്ന ആപത്തിനെ കുറിച്ചുള്ള ഭയം ബാക്കിയായി. ദിവസങ്ങൾ കടന്നുപോയി. തെളിഞ്ഞ വെയിലുള്ള ഒരു ഉച്ചനേരം ജുഗുനു തന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തു. കളിക്കുന്നതിനിടയിൽ അവൻ മിട്ടുവിനെ മുറുകെ ചുറ്റി. ആദ്യം തന്റെ സുഹൃത്ത് തന്നെ കെട്ടിപ്പിടിക്കുകയാണ് എന്നാണ് മിട്ടു കരുതിയത്. എന്നാൽ ചുറ്റലിന് ശക്തി കൂടിയതോടെ താൻ വഞ്ചിക്കപ്പെട്ടുവെന്ന് മിട്ടു മനസ്സിലാക്കി. ജുഗുനു തന്നെ വിഴുങ്ങാൻ പോകുകയാണെന്ന് തിരിച്ചറിഞ്ഞ മിട്ടു ഭയന്ന് നിലവിളിച്ചു, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ, ആരെങ്കിലും സഹായിക്കണേ. അവന്റെ നിലവിളി കേട്ട് ഒരു നിമിഷത്തേക്ക് കാട് നിശബ്ദമായി. ആരും സഹായത്തിനെത്തുന്നില്ലെന്ന് തോന്നിയപ്പോൾ അവന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു. ജുഗുനു വീണ്ടും കൂടുതൽ ശക്തിയോടെ മിട്ടുവിനെ വരിഞ്ഞു മുറുക്കാൻ തുടങ്ങി. തൊട്ടടുത്ത നിമിഷം ബിട്ടുവും മണിയും പഞ്ചയും അവിടേക്ക് കുതിച്ചെത്തി. പഞ്ചപ്പരുന്ത് അതിവേഗം താഴേക്ക് പറന്നിറങ്ങി ജുഗുനുവിന്റെ ദേഹത്ത് തന്റെ നഖങ്ങൾ കൊണ്ട് മാന്തി മുറിവുണ്ടാക്കി. വേദന കൊണ്ട് പിടഞ്ഞ ജുഗുനുവിന്റെ കുരുക്കഴിഞ്ഞു. മിട്ടുവിന്റെ മേലുള്ള പിടിയും അയഞ്ഞു. ഈ സമയം മിട്ടുവിന് വേദന ഉണ്ടാക്കാത്ത രീതിയിൽ പഞ്ച തന്റെ നഖങ്ങൾ കൊണ്ട് അവനെ കോരിയെടുത്ത് സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റി. ഈ സമയം മണിക്കുരങ്ങനും ബിട്ടു അണ്ണാനും ഒരുമിച്ച് ശബ്ദമുണ്ടാക്കി ജുഗുനുവിനെ പേടിപ്പിച്ചോടിച്ചു. ബിട്ടു, മണി, പഞ്ച എന്നിവരുടെ ധീരമായ ഇടപെടൽ കൊണ്ട് അന്ന് മിട്ടു രക്ഷപ്പെട്ടു. തോൽവി സമ്മതിച്ച ജുഗുനു അവിടെ നിന്നും ഇഴഞ്ഞുപോയി. കൂട്ടുകാരുടെ സമയോചിതമായ സഹായത്താൽ മിട്ടു വീണ്ടും സുരക്ഷിതനായി. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാരണം താൻ തള്ളിക്കളഞ്ഞ സൗഹൃദമാണ് തന്റെ ജീവൻ രക്ഷിച്ചതെന്ന് അവന് മനസ്സിലായി. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഇഷ്ടമായോ? ഈ കഥയുടെ ഗുണപാഠം എന്തെന്ന് മനസ്സിലായോ? കാഴ്ചയിൽ നല്ലവരാണെന്ന് തോന്നുന്ന എല്ലാവരും യഥാർത്ഥ സുഹൃത്തുക്കളാകണമെന്നില്ല. അതുകൊണ്ട് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നാം എപ്പോഴും വിവേകം കാണിക്കണം. അടുത്തയാഴ്ച മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.